താങ്കൾ ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മുമ്പ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും തീവ്ര നിലപാട് താങ്കൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ കാലാകാലങ്ങളിലും നിലപാട് മാറ്റി പറയുന്ന വ്യക്തിയാണെന്നാണ്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്നുള്ളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവം പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടിയെ പറ്റി ഒന്നും പറയുന്നില്ല. കാരണം കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞാലേ എന്നെപ്പറ്റി വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ ഞാൻ പഴയ ചരിത്രമൊക്കെ പറയുമെന്നൊന്ന് പറഞ്ഞേച്ചാൽ മതി, പിന്നെ നിർത്തിക്കോളും. അതായത് ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ്, ദീർഘനാളം MLA ആയിരുന്ന ഒരു വ്യക്തി, ഈരാറ്റുപേട്ട എന്ന പ്രത്യേക പ്രദേശത്തിൻ്റെ ആ മേഖലയിലെ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു താങ്കൾ സ്വാഭാവികമായും ഇത്തരമൊരു സമ്മേളനത്തിൽ വന്നൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് വെറുതെ പറയുന്നതാവില്ല. അതിൽ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കും. ആ തരത്തിൽ ഈ പ്രസ്താവനയിൽ ഒന്നും തന്നെ തിരുത്തേണ്ടതല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും. 100% ഒന്നും തന്നെ തിരുത്തേണ്ടതായിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണ്. അതിനകത്ത് എൻ്റെ പ്രസംഗം ബർബാറ്റം എടുത്ത് വായിക്കണം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറഞ്ഞ മുഴുവൻ സത്യങ്ങളാണ്. അതിനകത്ത് ആകെ ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ ലുലു മാളുകാരുണ്ട്. താങ്കൾ വിശദീകരിച്ചു, നേരത്തെ തന്നെ വിശദീകരിച്ചു. ഈ വന്ധ്യംകരിക്കാനുള്ള നീക്കമുണ്ട് എന്ന തരത്തിലുള്ള അത് ഒരു സമുദായത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെ സമുദായം അങ്ങനെ സമുദായം ചിന്തിക്കണം. ഞാൻ പറഞ്ഞൊക്കെ ശരിയാണെന്ന് വിചാരിച്ചാണ്ടായി. ആ ശരിക്ക് വേണ്ടി നിൽക്കാൻ നോക്കുക. ശരി, ആ ശരിയാണ്. ആ ശരി ഞാൻ പറയട്ടെ, മുസ്ലിം സമൂഹം എന്നാ ചെയ്യേണ്ടത്? ആ മുസ്ലിം സമൂഹത്തിൽ ഇതുപോലുള്ള ഇത്തിക്കണ്ണികൾ വളർന്നു വരാതെ നോക്കണം. വളർന്നു വരുമ്പോൾ നിയന്ത്രിക്കുന്നതിന് വരെ അത് കണ്ണടച്ച് ചിരിച്ചു കൊടുക്കരുത്.